കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെക്ക് ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന രേവതി വീട്ടിലേക്ക് വിളിച്ച് തന്റെ സങ്കടങ്ങളൊക്കെ പറയായിരുന്നു ലക്ഷ്മി അമ്മയോടും ദേവുവിനോടും. ശ്രുതി വീട്ടിൽ വന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രേവതി പറഞ്ഞു, എന്നാലും അവൾക്ക് എന്ത് ധൈര്യമേ, വന്നപ്പോ തന്നെ അവൾ എന്നെ ഒരു വേലക്കാരിയാക്കി. പിന്നീട് അവളുടെ അഹങ്കാരം കാണാനെന്ന് പറയാ. ലക്ഷ്മിയും പറഞ്ഞു, നീ എന്തിനാ മോളെ അതൊക്കെ നോക്കുന്നേ, നീ ഒന്നും മൈൻഡ് ചെയ്യാൻ പോണ്ട, അവള് വീട്ടിലേക്ക് വന്നില്ലല്ലോ, അതാ എനിക്ക് സങ്കടം. കല്യാണം കഴിഞ്ഞില്ല, അതിനു മുമ്പ് ഈ അവസ്ഥയാണെങ്കിൽ കല്യാണത്തിന് ശേഷം എന്തായിരിക്കും അവളുടെ അഹങ്കാരം, ഞാനിത് കാണണ്ടേന്ന് ചോദിക്കുകയാണ്. ദേവ് പറഞ്ഞു, ചേച്ചി എന്നിട്ട് എന്താ ഒന്നും മിണ്ടായിരുന്നേ, ചേച്ചിക്ക് രണ്ടെണ്ണം പറയാൻ മേലായിരുന്നു ചോദിക്കണം. ഞാനെങ്ങാനും ആയിരിക്കണം കാണിച്ചു കൊടുക്കാറുണ്ട് ആരാന്നുള്ള. എന്റെ ദേവു, നീ മിണ്ടായിരിക്കുക. ഒന്നാമത്തെ കാര്യം, അവൾ അവിടെ ടെൻഷൻ അടിച്ചിരിക്കുക. ആ സമയത്ത് എരുതിയിൽ എണ്ണ ഒഴിക്കാൻ പോലെന്ന് പറയാം. ഈ അമ്മ എങ്ങനെയെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്, എന്തിനാ നമ്മൾ സഹിച്ചു ക്ഷമിച്ച് നിൽക്കുന്നേ, എല്ലാത്തിനും ഒരു പരിധിയില്ലേ. ചേച്ചി ആയതുകൊണ്ട് ഒന്നും മിണ്ടാതിരുന്നേ. അവളും കൂടെ വരട്ടെ, അവൾ ഈ വീട്ടിലേക്ക് വരുന്നെങ്കിൽ അവൾക്കൂട്ടവൾ പണിയാൻ വെച്ചിട്ടുണ്ടെന്ന് രേവതി പറയാണ്. അങ്ങനെ തന്നെ വേണം ചേച്ചി, അതന്നെ നല്ലത് കൊടുക്കണമെന്ന് പറയണം. ഈ സമയത്ത് സച്ചി അങ്ങോട്ട് കയറി വരുന്നേ. സച്ചി കേട്ടു രേവതി സംസാരിച്ചുകൊണ്ടിരിക്കണേ. പക്ഷെ രേവതി സച്ചിനെ കണ്ടില്ലായിരുന്നു. രേവതി പറഞ്ഞു, കഴിഞ്ഞിടയ്ക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ടായിരുന്നമ്മേ, പക്ഷെ കല്യാണാലോചന വന്നു കഴിഞ്ഞിട്ട് അത് മുടങ്ങിപ്പോയി. അതിന് ഡ്രൈവർ വന്നിട്ട് പറഞ്ഞു അവർക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ലെന്ന്. കതിർമണ്ഡപത്തിൽ നിന്ന് ഒളിച്ചോടിയ ഒരു ചെറുക്കനെ അവർക്ക് വേണ്ടാന്ന്. അതിനുശേഷം വന്നേക്കുന്ന ബന്ധമാ, ഇത് അമ്മ കൊണ്ടുവന്ന ബന്ധമാ. പക്ഷേ എനിക്ക് നല്ലൊരു സംശയം ഉണ്ടെന്ന് പറയണേ. എന്താ മോളെ, എന്ത് പറ്റി? അവളുടെ വീട്ടുകാരൊന്നും വന്നില്ലേന്ന് നിൽക്കണം. വീട്ടുകാരൊന്നും വന്നില്ലമ്മേ. വീട്ടുകാരെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മലേഷ്യയിലോ സിംഗപ്പൂരോ എവിടെയൊക്കെയോ ആന്ന് പറയണു. പക്ഷെ അവളുടെ മുഖത്തൊരു കള്ളത്തര ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയാം. ലക്ഷ്മി പറഞ്ഞു, അതൊക്കെ മോൾക്ക് വെറുതെ തോന്നാ, മോളെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം വന്നതാണ്. അല്ലമ്മേ, എനിക്ക് അങ്ങനെ തോന്നിയത് ശരി തന്നെയാ, എന്റെ സംശയമല്ല എന്ന് പറയണം. അച്ഛനും ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആൾ അവിടെ കിടന്ന് ഉരുണ്ട് മറിയുന്ന കണ്ടു, എന്തൊക്കെയോ ഒരു കള്ളത്തരം ഉള്ള പോലെ. പെട്ടെന്ന് സച്ചിനെ രേവതി കിടന്ന്, അതെ ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് രേവതി പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോവാണ്. അല്ല എന്തായിരുന്നു, ഭയങ്കര പരദൂഷണമായിരുന്നല്ലോ എന്ന് പറയണം. ഞാൻ പരദൂഷണം ഒന്നും പറഞ്ഞില്ല, സത്യം പറ, ഈ പെണ്ണുങ്ങൾ ആരെയും ഫോൺ വിളിച്ച് ഇങ്ങനെ തന്നെയാ. ഓ, കേട്ടോണ്ടിരിക്കുന്നവരുടെ ചെവി അടിച്ചു പോകും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഞാൻ എന്റെ വീട്ടിലേക്ക് വിളിച്ചാന്ന് പറയാം. ആ വീട്ടിലേക്ക് വിളിച്ചാലും മതി, വീട്ടിലേക്ക് വിളിച്ചിട്ട് ആരുടെയൊക്കെയോ കാര്യം പറയുന്നത് കേട്ടല്ലോ. അതെ, ഞാൻ മറ്റാരുടെയും കാര്യമൊന്നും പറഞ്ഞല്ല. ഇവിടെ ഇന്ന് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ടായിരുന്നു, ഒരു പെണ്ണ് കയറി വന്നിട്ടുണ്ടായിരുന്നു പറയാം. പെണ്ണ് കയറി വരാനാ, അത് കൊള്ളാലോ. ആരെ കാണാനാ? നിങ്ങളുടെ ഏട്ടനെ കാണാൻ തന്നെ വന്നാന്ന് പറയാൻ. ആര്? ആ ഫ്രോഡ് സുധീനെ കാണാനായിട്ടോ? കൊള്ളാലോ. അവനെ കെട്ടാൻ ഏത് പെണ്ണാ തയ്യാറായിട്ട് വന്നേന്ന് ചോദിക്കണം. അതൊന്നും അറിയില്ല, നിങ്ങളുടെ അമ്മ കൊണ്ടുവന്ന വിവാഹാലോചന. പക്ഷെ അവള് വന്നപ്പോ തന്നെ അവള് എന്നെ വേലക്കാരിയായിട്ട് കണ്ടത്. അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയാം. വേലക്കാരിയായിട്ട് കാണാൻ? അതെ, ആ രീതിയിൽ അവൾ എന്നോട് സംസാരിച്ച് അവളെന്റെ കൈ കിട്ടൂന്ന് പറയാണ്. പെട്ടെന്ന് സച്ചി ചോദിച്ചു, അല്ല പെൺകുട്ടി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. ഓഹോ, അപ്പൊ എന്നെ വേലക്കാരിയായിട്ട് കണ്ടതിലല്ല നിങ്ങൾക്ക് കുഴപ്പം, ആ പെൺകുട്ടീനെ കുറിച്ച് അറിയാനാ, അവൾക്ക് സൗന്ദര്യം ഉണ്ടെന്ന് അറിയാനാ. നിങ്ങൾ ആള് കൊള്ളാലോ എന്ന് പറയാം. ഓ, അതുകൊണ്ടല്ല, ഇന്ന് ഞാൻ സുധിയോടൊപ്പം ഒരു പെണ്ണിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പച്ച ചുരിദാറൊക്കെ ഇട്ട് മുടിയൊക്കെ അഴിച്ചിട്ടെ, ആ പെൺകുട്ടിയാണെന്ന് അറിയാൻ വേണ്ടാ. അതെയോന്ന് ചോദിക്കും. ആ ശരിയാ, അത് അവള് തന്നെയാന്ന് പറഞ്ഞേ. ഓഹോ, അത് കൊള്ളാലോ. പണ്ടൊക്കെ ആണെങ്കിൽ ചെറുക്കൻ പെണ്ണിനെ കാണാനാ പോകുന്നത്, ഇപ്പൊ എന്നെ പെണ്ണ് നേരെ ചെറുക്കൻ വീട് കാണാനാണ് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ രേവതി അതൊന്നും എനിക്കറിയില്ല എന്ന് പറയാം. പക്ഷെ അമ്മ ഭയങ്കര സ്നേഹത്തോടു കൂടി അവളോട് പെരുമാറിയിരുന്നേ. അവൾക്ക് ആൾക്കാരെ കയ്യിലെടുക്കാൻ ഒരു മിടുക്കുണ്ട്. അവളുടെ വീടും നാളുമൊക്കെ എവിടെയാന്ന് ചോദിച്ചോ എന്ന് സച്ചി ചോദിക്കുക. അതൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല, അവൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞില്ല. അതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പം അച്ഛനോട് പറഞ്ഞ മലേഷ്യയിലോ സിംഗപ്പൂരോ അവിടെ എവിടെയാണ്ടൊക്കെയാന്നാ പറഞ്ഞ്. കൃത്യമായിട്ട് ഒരു ഉത്തരം കൊടുത്തില്ലെന്ന് പറയാം. എന്നാ എന്തോ തരികടയുണ്ട്, അവൾ എന്തോ ഒരു കള്ളത്തരമുണ്ട്. ആ, സുധിക്ക് ചേരുന്ന ഒരു ഫ്രോഡ് തന്നെ ആയിരിക്കണം പറഞ്ഞ പെണ്ണ്. സുധിയെ മേയ്ക്കണമെങ്കിൽ അവനെ പോലെ തന്നെ കള്ളത്തരം പിടിച്ചൊരു പെണ്ണായിരിക്കണം. അപ്പൊ രണ്ടുപേരും മാച്ച് ആയിരിക്കും. വരട്ടെ, നമുക്ക് നോക്കാന്ന് പറയാണ്. പിന്നീട് അകത്തേക്ക് കയറി ചെന്നപ്പോ അവിടെ ചന്ദ്രമതി രവീന്ദ്രൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് സച്ചിൻ കൂടെ എന്നിട്ട് ചോദിച്ചു, അല്ല ഇതെന്താ രണ്ടുപേരും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ എന്ന് ചോദിക്കണം. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, നീ എപ്പോഴാ വന്നേന്ന് ചോദിക്കണം. ചന്ദ്രമതി പറഞ്ഞു, ആ പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ ഇപ്പൊ സച്ചി, മുറി ചെന്ന് ഹാറ്റിൽ വെച്ചിട്ടല്ലേ ഇറങ്ങി വരുള്ളൂ, കണ്ടോ അവന്റെ ഒപ്പം അല്ലേ അവളും കൂടെ ഇറങ്ങി വന്നേക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കണം. രവീന്ദ്രൻ പറഞ്ഞു, പിന്നെ അവന്റെ ഒപ്പം അല്ലാതെ പിന്നെ വേറെ ആരുടെ ഒപ്പം, നാട്ടുകാരുടെ ഒപ്പം അവൾക്ക് നടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അല്ല അച്ഛാ, ഇന്നൊരു കല്യാണാലോചനയൊക്കെ വന്നു പറഞ്ഞു, ഒരു പെണ്ണ് ഇവിടെ വന്ന് പറഞ്ഞല്ലോ എന്ന് ചോദിക്കണം. ഓഹോ, വന്നത് അവളെല്ലാം പറഞ്ഞു കൊടുത്താണോ അല്ലേ, വള്ളി പുള്ളി വിടാതെ. അതങ്ങനെയാണല്ലോ, എനിക്ക് തോന്നി മുറിയിലേക്ക് നേരത്തെ കയറിപ്പോയി തന്നെ അവിടെ ചെന്നിട്ട് കുശുകുശുക്കുമായിരിക്കുമെന്ന്. നീ കൊള്ളാടി എന്ന് പറയാണ്. ദേ ചന്ദ്രമതി അമ്മേ, വെറുതെ ഇല്ലാത്ത പറയരുത് കേട്ടോ. ഞാൻ അവൾ പറഞ്ഞിട്ടൊന്നും അലറിഞ്ഞ്, ഞാനിന്ന് അവൻ്റെ ഒപ്പം ഒരു പെണ്ണിനെ കണ്ടിട്ടുണ്ടായിരുന്നു.
പിന്നെ ഈ ഞാനൊരു ടാക്സി ഡ്രൈവർ അല്ലേ, ഞാൻ എവിടെ പോയാലും കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും കണ്ടെന്നൊക്കെ ഇരിക്കും. അതിപ്പോൾ എൻ്റെ തെറ്റൊന്നുമല്ല, എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമെന്ന് പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രമതി പറഞ്ഞു, എന്തെങ്കിലും ആട്ടെ, അവന് നല്ലൊരു ബന്ധം തന്നെ വന്നിരിക്കുന്നു പറയണം. നല്ല ബന്ധമോ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അല്ല കണ്ട പൂക്കാരിയുടെ മോളും അതൊന്നും അല്ലെന്ന് പറയും. ഓ അങ്ങനെ, അതൊക്കെ എനിക്ക് മനസ്സിലായി. എന്ത് നല്ല ബന്ധമാണെങ്കിലും എൻ്റെ കാര്യം മറക്കരുതെന്ന് പറയാണ്. അതിപ്പോൾ നിന്റെ കാര്യം എന്താ ഇതിന് മാത്രം ഓർത്തിരിക്കാനുള്ളതെന്ന് ചന്ദ്രമതി ചോദിക്കുകയാണ്. 50 ലക്ഷത്തിന്റെ കാര്യം, മണിയുടെ കാര്യം പറഞ്ഞോ, മറന്നോ? അതൊരിക്കലും മറക്കരുത്. എനിക്ക് ഈ കല്യാണത്തിന് മുമ്പ് തന്നെ പൈസ കിട്ടിയിരിക്കണം. അവൻ കാരണമാണ് ഇപ്പം കണ്ടില്ലേ ഇവൾ ഒരുത്തി എൻ്റെ തലയിലിരിക്കുന്നു പറയാണ്. ഇത് കേട്ടതും രേവതിയുടെ മുഖം അങ്ങോട്ട് മാറി. ദേവേന്ദ്രൻ പറഞ്ഞു, നീ എന്തിനാടാ എപ്പോഴും അവളിങ്ങനെ കുറ്റപ്പെടുത്തുന്നേ? എന്ത് പറഞ്ഞാലും അവസാനം അവൻ ചെന്നെത്തുന്നത് അവളുടെ തലയിലേക്കായിരിക്കും. വെറുതെ ആ കൊച്ചിനെ സങ്കടപ്പെടുത്താനായിട്ട്. രേവതിക്ക് സങ്കടവും കരച്ചിലും എല്ലാം വന്നു. ഇയാൾ കാരണം താൻ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സച്ചി പറഞ്ഞു, അതൊക്കെ പോട്ടെ, എനിക്ക് എൻ്റെ പൈസ കിട്ടണം. തരുവല്ലേ മിസ്റ്റർ ചന്ദ്രമതി എന്ന് ചോദിക്കുകയാണ്. മിസ്സിസ് ചന്ദ്രമതി എന്ന്. ഇത് കേട്ടതും ചന്ദ്രമതി പറഞ്ഞു, പെട്ടെന്ന് ഈ പൈസ എടുത്തു തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് എടുത്തു തരാനെന്ന് ചോദിക്കണം. അതാ ഞാൻ പറഞ്ഞത്, പണമൊക്കെ തന്നതിന് ശേഷം അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ മതി. അല്ലേ എന്ത് ചെയ്യണം നീ സച്ചിക്ക് അറിയാന്ന് പറയാം. രവീന്ദ്രൻ, ഒന്ന് പോട്ടട മോനെ, നീ എപ്പോഴും ഈ പണത്തിന്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? അതെന്താച്ചാ ആ പണത്തിന്റെ കാര്യം പറഞ്ഞാൽ കുഴപ്പം? ആ പണം മേടിച്ചിട്ടല്ലേ അവന് ഇവിടെ ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് പോയത്, കല്യാണം കഴിച്ചോളന്ന് വാക്ക് കൊടുത്തിട്ട്. അങ്ങനെയുള്ള ഒരുത്തിന് ഇനി വേറൊരു പെൺകുട്ടീനെ കെട്ടാൻ പോന്നെ. കെട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ ആ പെണ്ണിനെ കൊണ്ട് ഇവൻ നാട് വിട്ടെന്നിരിക്കും. പിന്നെ ഞാൻ ഈ മാനത്തേക്ക് നോക്കിയിരിക്കേണ്ടി വരും. അതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? ഇവിടെ ചുമന്നുകൊണ്ടിരിക്കുന്നപ്പോൾ ഞാനല്ലേ ചോദിക്കണം. രേവതിയുടെ കണ്ണ് രണ്ടും നിറഞ്ഞു വന്നു. പിന്നെ ഓരോന്നിങ്ങനെ കുത്തി സച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം പറഞ്ഞു, കല്യാണത്തിന് മുമ്പ് പണം കിട്ടിയില്ലെങ്കിലേ ഈ കല്യാണം അങ്ങ് മുടങ്ങുവേ എന്നും പറഞ്ഞ് സച്ചി അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. പിന്നെ സച്ചി എന്ന് കഴിഞ്ഞപ്പോൾ രേവതി ഇങ്ങനെ ഇരിക്കുവായിരുന്നു. രേവതിക്ക് അങ്ങോട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു രേവതി ഉള്ളിൽ നിറയുണ്ടായിരുന്നേ. ഇതങ്ങനെ വെറുതെ വിട്ട് കാര്യമില്ല. എപ്പോൾ നോക്കിയാലും തന്നെ കുറ്റപ്പെടുത്താൻ മാത്രമേ സമയമുള്ളൂ. അങ്ങനെ സച്ചി എന്ത് ചെയ്ത് ഡൈനിങ് ടേബിളിലേക്ക് വന്നിരിക്കുകയാണ്. ഡൈനിങ് ടേബിളിൽ വന്നിരുന്നിട്ട് ചോദിച്ചു, അല്ല അച്ഛൻ ഉറങ്ങിയോന്ന് ചോദിക്കുകയാണ് രേവതിയോട്. രേവതി മൈൻഡ് ചെയ്തില്ല. രേവതി കഴിക്കാനുള്ള ഫുഡൊക്കെ ആ ടേബിളിലേക്ക് കൊണ്ടുപോയി വെക്കുവാണ്. നിന്റെ വായിക്കാ തന്നെ നാക്കില്ലേന്ന് ചോദിക്കുകയാണ്. അതിന് രേവതി ഒരു മറുപടിയും പറഞ്ഞില്ല. ഓ ഇപ്പം മിണ്ടാവൃതമായിരിക്കും അല്ലേ? അല്ല അച്ഛനും ഇല്ലേന്ന് ഉറങ്ങിയെന്ന് വെച്ചാൽ അതിനുള്ള മറുപടി ഇങ്ങ് പറഞ്ഞാൽ പോരേന്ന് ചോദിക്കും. അല്ല ഞാൻ ഫുഡ് കഴിക്കാൻ വന്നിട്ട് നീ എന്താ മൈൻഡ് ചെയ്തിരിക്കുന്നത്? ഫുഡ് വിളമ്പി തരുന്നില്ലേന്ന് ചോദിക്കും. രേവതി മൈൻഡ് ചെയ്ത് അടുക്കളയിലേക്ക് അവിടെ പോയി നിൽക്കണം. ഓ അപ്പം അതാണ് കാര്യം. ഞാൻ അങ്ങനെ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലേ, അതിൻ്റെ പേരിലായിരിക്കും അല്ലേ? സാരമില്ല, ഭക്ഷണമല്ലേ, എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റുമല്ലോ. ഇനിയിപ്പം നീ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും എനിക്കിത് കഴിക്കാതിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് ഇരിക്കുകയാണ്. രേവതിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. രേവതി എന്ത് ചെയ്യുവാണ്? അവിടെ ഇരുന്ന് 2-3 പ്ലേറ്റ് എടുത്താൽ താഴേക്ക് ഇടണം. ഓ എന്നോടുള്ള ദേഷ്യം ആ പാത്രത്തോട് തീർക്കണ്ട. വെറുതെ എന്തിനാ? ആ പാത്രം ചടങ്ങി പോവുള്ളൂ, എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയണം. സച്ചി അവിടെ ഇരുന്ന് മാനിയായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ കണ്ടുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് വന്നു. ചന്ദ്രമതിക്ക് മനസ്സിലായി രണ്ടുപേരും കൂടെ ഉടക്ക് തുടങ്ങിയിട്ടുണ്ടെന്ന്. നല്ല കാര്യം തന്നെയാണ്, ഒരു നല്ല സൂചന തന്നെ. അങ്ങനെ തന്നെ വേണം. ഇവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം, സച്ചിയുടെ പീഡനം സഹിக்க വയ്യാതെ. വീണ്ടും സച്ചി ഇന്നും എൻ്റെ ചെയ്ത് ഫുഡ് കഴിക്കുമ്പോഴത്തേന് രേവതി അടുത്ത പാത്രം കൂടി താഴേക്ക് ഇടുവാണ്. നീ അവിടെ ഇട്ട് തട്ടിക്കളിച്ചോണ്ടിരുന്നു, എനിക്ക് ഒരു കുഴപ്പമില്ല. ഈ സച്ചിക്ക് വിശന്നിട്ടുണ്ടെങ്കിലേ ഞാൻ കഴിക്കും. എൻ്റെ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട്, ഫുഡിനോട് നമ്മൾ ഒരിക്കലും ഫുഡിനെ തോൽപ്പിക്കരുത്, ഫുഡ് വേണ്ടാന്ന് പറയരുത്, ഫുഡിനോട് വൈരാഗ്യം കാണിക്കരുത്. നമ്മൾ കഴിക്കേണ്ട സമയത്ത് ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് സച്ചി അങ്ങോട്ട് ഇരുന്ന് കഴിക്കണം. രേവതിക്ക് അങ്ങോട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. രേവതിക്ക് ദേഷ്യവും വരുന്നുണ്ടായിരുന്നു ആ ഒപ്പം തന്നെ. പിന്നീട് മുറിയിലേക്ക് ചെല്ലുവാണ് സച്ചി. മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ രേവതി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അല്ല നിന്റെ പിണക്കുതിരായിട്ട് മാറിയില്ലെന്ന് ചോദിക്കുകയാണ്. എനിക്ക് ആരോടും പിണക്കൊന്നുമില്ല, പിന്നെ എന്തിനാ നീ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? പിന്നെ എങ്ങനെ വീർപ്പിക്കാതിരിക്കും? നിങ്ങൾ എപ്പോൾ നോക്കിയാലും നിങ്ങൾക്ക് ആ ഒരു വാക്ക് മാത്രമേ പറയാനുള്ളൂ, നിങ്ങളുടെ തലയിൽ ഞാൻ കയറിയെന്ന്. നിങ്ങൾക്ക് അങ്ങനെ പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കും. ഓ അതോ, അത് അപ്പോഴത്തെ ആ സാഹചര്യത്തിൽ പറഞ്ഞു പോയതാ. നിങ്ങൾക്ക് മാത്രം സാഹചര്യം ഉള്ളല്ലോ, ബാക്കി ആർക്കും അതൊന്നും ഇല്ലല്ലോ. അല്ല അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട ആള് ഞാനല്ലേ നിങ്ങളെക്കുറിച്ച്? നിങ്ങൾ എൻ്റെ തലയിലേക്കല്ലേ വന്ന് കയറിയത്. അന്ന് തൊട്ട് തുടങ്ങിയത് എൻ്റെ കഷ്ടകാലം. എങ്ങനെ സന്തോഷത്തോടുകൂടി ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം. സച്ചി നീ പറഞ്ഞോ, നിനക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കൊടുത്തോ, എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയണം. രേവതിക്ക് മനസ്സിലായി ഇങ്ങനോട് പറഞ്ഞിട്ട് ഇനി ഒരു പ്രയോജനമില്ലെന്ന്. വെറുതെ നാക്കിനകത്തെ വെള്ളം പറ്റാന്ന് മാത്രം. രേവതി അങ്ങോട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. പിന്നീട് കാണിക്കുന്നത് സച്ചി പുറത്ത് പോകാനായിട്ട് അങ്ങോട്ട് വരുവാണ്. എനിക്ക് ഇച്ചിരി വെള്ളം എടുത്തുതരാൻ പറയാണ്. രേവതി പക്ഷെ മൈൻഡ് ചെയ്തേയില്ല. സച്ചി തന്നെ പോയി ജഗ്ഗിനന്ന് വെള്ളം അങ്ങ് എടുത്ത് കുടിക്കോ. ഓ ഇനിയിപ്പോൾ വെള്ളം എടുത്തു തരാൻ പറ്റില്ലായിരിക്കും അല്ലേന്ന് പറയണേ. ഞാനിതിനെ എടുത്തു തരുന്നേ, ഞാൻ അങ്ങ് എടുത്തു തന്നിട്ട് വേണം നിങ്ങൾ ഇനിയിപ്പോൾ അതൊക്കെ പറയാനായിട്ട്. നിങ്ങളുടെ തലയിൽ ഞാൻ കയറി, നിങ്ങളോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പറയുന്നത് അത് ആ കാര്യമല്ലേ. വെറുതെ എന്തിനാണ് നമ്മൾ തമ്മിലൂടെ ഉടക്കുണ്ടാക്കണ്ടേ, അതിൻ്റെ ആവശ്യമില്ലോ എന്ന് പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും
സുധി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. സുധീനെ കണ്ടു കഴിഞ്ഞാൽ ഓടി അങ്ങോട്ട് ചെല്ലുവാണ് സച്ചി. നിനക്ക് ഭയങ്കര സുഖമല്ലേ? നീ ഒറ്റൊരുത്തം കാരണം ഈ പ്രശ്നത്തിലെല്ലാം കാരണം. എന്നിട്ട് ഇപ്പൊ അണിഞ്ഞൊരുങ്ങി നീ പോകുന്നുണ്ടല്ലോ. അല്ല എങ്ങോട്ടാ നല്ല ഇൻസൈറ്റൊക്കെ ചെയ്ത് ഇങ്ങോട്ട് പോകുന്നേ? എന്തായാലും ജോലി കിട്ടിയെന്ന് ചോദിക്കുകയാണ്. സുധിയൊന്നും മറുപടി പറഞ്ഞില്ല. അങ്ങനെ നീ അങ്ങോട്ട് പോകാൻ വരട്ടെ. നീ ഒരു പെണ്ണിന്റെ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. നീ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്റെ പണം കിട്ടത്തില്ല. എനിക്ക് ആദ്യം എന്റെ പണം കിട്ടണം. ആ 50 ലക്ഷം രൂപ എപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നീ അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി സുധീർ ഷർട്ടൊക്കെ അങ്ങോട്ട് അലങ്കോലമാക്കുവാണ്. നീ അങ്ങനെ ഇപ്പൊ സൂചിച്ചു പോകണ്ട. നീ കാരണം ഇപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത് എത്ര സന്തോഷത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഞാൻ. ഏതെങ്കിലും സമയത്ത് വീട്ടിൽ വന്ന് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന നീ കാരണം എന്റെ സ്വസ്ഥത നശിച്ചു. അതുകൊണ്ട് നീ അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. ഞാൻ പറഞ്ഞ ഉത്തരം തന്നിട്ട് അങ്ങോട്ട് പോയാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി സുധീനെ അവിടെ പിടിച്ചു നിർത്തുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേന്ന് പറഞ്ഞാലേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.